ഹലോ ജൂനിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജൂനിയർ ക്രോണിക്കൽ. മോഡേൺ സയൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗലീലിയോ ഗലീലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ? 1564 ഫെബ്രുവരി മാസം 15 സിറ്റിയിലാണ് ഗലീലിയോ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മ്യൂസീഷ്യനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗലീലിയോയെ ഒരു മൊണാസ്ട്രിയിൽ ചേർക്കുന്നു. ആദ്യമൊന്നും അവിടുത്തെ അന്തരീക്ഷം അദ്ദേഹത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ക്രമേണ അവിടുത്തെ അന്തരീക്ഷവുമായി അദ്ദേഹം പൊരുത്തപ്പെടുകയുണ്ടായി. പിന്നീട് പള്ളിയിലച്ഛനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ തന്റെ മകന്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് അറിയാവുന്ന അച്ഛന് അതൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മകനെ ഒരു ഡോക്ടറായി കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് പിസയിൽ മെഡിസിൻ സ്റ്റുഡന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നു. പക്ഷെ ഗലീലിയോയ്ക്ക് മാത്തമാറ്റിക്സിലായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ മെഡിസിൻ പഠനം അദ്ദേഹം ഉപേക്ഷിച്ച് പിന്നീട് ആ കോളേജിൽ തന്നെ തന്റെ 25ാമത്തെ വയസ്സിൽ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആകുന്നു. ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് തന്റെ തലയ്ക്ക് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന തൂക്കുവിളക്ക് കാണുന്നത്. അത് അദ്ദേഹത്തിൽ കൗതുകമുണർത്തി. നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൾസും പരിശോധിച്ചു. രണ്ടും ഒരേ താളത്തിനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇത്തരം ചലനം സമയം അളക്കാൻ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നീട് വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ താഴേക്കിട്ടാൽ ഒരേ സമയത്ത് തന്നെ നിലം പതിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. അത് തെളിയിക്കാൻ വേണ്ടി പിസാ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും വ്യത്യസ്ത ഭാരത്തിലുള്ള വസ്തുക്കൾ അദ്ദേഹം ഒരേ സമയം താഴേക്കിടുകയും അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് കോമ്പസിന്റെ കണ്ടുപിടുത്തമാണ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർഷിപ്പുകളെ നിരീക്ഷിക്കാൻ വേണ്ടി ടെലസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തിയതായി അദ്ദേഹം അറിയുന്നത്. തനിക്കും അതുപോലൊരെണ്ണം കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹത്തിന് തീവ്രമായ ആഗ്രഹം തോന്നുകയും അതിനേക്കാൾ മികച്ച ഒരെണ്ണം നിർമ്മിക്കുകയും ചെയ്തു. അത് കേവലം വാർഷിപ്പുകളെ നിരീക്ഷിക്കാനായിരുന്നില്ല, അത് വാനനിരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രഭാഗം ഭൂമിയല്ല എന്നും ഭൂമി സൂര്യനെ വലം വയ്ക്കുകയാണെന്നും അങ്ങനെ അദ്ദേഹം കണ്ടെത്തി. ആ കണ്ടെത്തൽ മതപണ്ഡിതന്മാരെ ചൊടിപ്പിക്കുകയും അതിന്റെ ഫലമായി ഗലീലിയോയെ ജീവപര്യന്തം സ്വന്തം വീട്ടിൽ തടങ്കലിലാക്കുകയും ചെയ്തു. 1642 വീട്ടുതടങ്കലിലായിരുന്ന അദ്ദേഹം മരണപ്പെടുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട വിധത്തിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം മോഡേൺ സയൻസിന്റെ ഫാദറായി മാറി. നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.